to our morning class. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോർണിംഗ് സെക്ഷനിലെ എലിപ്സ് എന്ന ടോപ്പിക്കാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ സർക്കിൾ എന്താണ്, പരാബോള എന്താണ് എന്നതൊക്കെ പറഞ്ഞു അല്ലേ. മൂന്നാമത്തെ സെക്ഷനായിട്ടുള്ള എലിപ്സ് ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ അത് നോക്കാം, എന്താണ് എലിപ്സ് എന്നത്? ആൻഡ് എലിപ്സ് ഇസ് എ സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് ഇൻ എ പ്ലെയിൻ. എലിപ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയിനുള്ള പോയിന്റ്സുകളുടെ സെറ്റിനെയാണ് സം ഓഫ് whose distances from two fixed points in the plane is a constant. അപ്പോൾ അതിന്റെ എന്താ പറയുന്നത്, സം ഓഫ് whose distances, അതിന്റെ ഡിസ്റ്റൻസ് ഫ്രം ടു ഫിക്സഡ് പോയിന്റ് ആണ്. ഫിക്സഡ് പോയിന്റിൽ നിന്നുമുള്ള ആ ഒരു ലൈനിന്റെ സമ്മ് the plane is a constant. അതെന്തായിരിക്കും, എപ്പോഴും ഒരു കോൺസ്റ്റന്റ് കൂടിയായിരിക്കും. അപ്പോൾ എലിപ്സ് എങ്ങനെയാണ് എന്നത് നോക്കാം. നമുക്കൊരു എലിപ്സിനെ നോക്കിയാൽ സർക്കിൾ എങ്ങനെയാണെന്ന് നാട്ടുകാരെ നിങ്ങൾക്ക് അല്ലേ. എലിപ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ ഒരു ഓവൽ ഷേപ്പ്, സർക്കിളിനെ ഒന്നുകൂടെ ഒരു ഓവൽ ഷേപ്പ് ആക്കിയതാണ് എലിപ്സ്. ഇനി എന്തൊക്കെയാണ് പരാബോളയിൽ എന്തൊക്കെ ഉണ്ട് നമ്മൾ പറഞ്ഞു? ഫോക്കസ് ഉണ്ട്, വെർട്ടെക്സ് ഉണ്ട്, ലാറ്റസ് റെക്ടം ഉണ്ട് അല്ലേ. അപ്പൊ അതുപോലൊക്കെ തന്നെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്തിലുണ്ട്, എലിപ്സിലുണ്ട്. അത് കൂടാതെ കുറച്ച് വേറെ കാര്യങ്ങളും കൂടെ ഉണ്ട്. അപ്പൊ എന്തൊക്കെ നോക്കാം. പരാബോളയിൽ എത്ര ഫോക്കസ് ഉള്ളത്? ഒറ്റ ഫോക്കസ് ഉള്ളൂ. എന്നാൽ എലിപ്സില് രണ്ട് ഫോക്കസ് ഉണ്ട്, അഥവാ അതിനെ ഫൊസി എന്ന് പറയുന്നു. രണ്ട് ഫോക്കസ് ഉണ്ട്. അതിൽ ഒരു ഫോക്കസ് നോക്കുമ്പോൾ ഫസ്റ്റ് വൺ ഇത് ഫോക്കസ്. ഈ ഫോക്കസ് ആണ് ഇതിന്റെ ഇത് C0. അപ്പൊ ഇവിടെ എന്തായിരിക്കും, -C0 ആണോ. ഇവിടെ ഏത് ആക്സിസിലാണ്? എക്സ് ആക്സിസിലാണ് ഫോക്കസ് വരുന്നത്. അതായത് ഇതിന്റെ ലെങ്ത് കൂടുതലുള്ള ഒരു ലൈനാണ് എക്സ് ആക്സിസ്. അതിനെ നമ്മൾ മേജർ ആക്സിസ് എന്ന് പറയുന്നു. ഈ വൈ ആക്സിസ് നോക്കിയത് അത് ചെറുതാണ് അല്ലെ, എക്സ് ആക്സിസിനേക്കാളും ചെറുതാണ്. അതുകൊണ്ട് തന്നെ മൈനർ ആക്സിസ് എന്ന് പറയുന്നു. അപ്പൊ മേജർ ആക്സിസിൽ ഫോക്കസ് വരുന്നതിനെ അതാണ് അതിന്റെ അപ്പോഴുള്ള ഫോക്കസ് ആണ് +or-C0. അതുപോലെ തന്നെ എന്തുകൊണ്ട് രണ്ട് വെർട്ടെക്സ് ഉണ്ട്. ഈ വെർട്ടെക്സ് ആണ് A0. അപ്പൊ ഇവിടെ എന്തായിരിക്കും, -A0. That is the vertex equal to +or-A0. Again ഇവിടെ സെന്റർ ഉണ്ട്. ഈ രണ്ടെണ്ണത്തിന്റെയും രണ്ട് ഫോക്കസിന്റെയും മിഡ് പോയിന്റിനെയാണ് സെന്റർ എന്ന് പറയുന്നത്. സെന്റർ എന്താ വരിക, 0 0. ഓക്കെ. അപ്പൊ മേജർ ആക്സിസ്, മൈനർ ആക്സിസ്. ഇനി ഇതിലെ ഇവിടെ മേജർ ആക്സിസിന്റെ ലെങ്ത് ഓഫ് മേജർ ആക്സിസ്, ലെങ്ത് ഓഫ് മേജർ ആക്സിസ് equal to 2a and length of minor axis, length of minor axis equal to 2b. ഇവിടെ നിങ്ങളുള്ളതാണ് ഒരു a. ഇതാണ് ഇവിടുത്തെ a എന്ന ദൂരമാണെങ്കിൽ ഇവിടെ ഇങ്ങോട്ടും a ആണ്, ലെങ്ത് ആണ്. അപ്പോൾ ലെങ്ത് ഓഫ് മേജർ ആക്സിസ് 2a and length of minor axis 2b. ഇവിടെ ഇങ്ങോട്ടുള്ള ദൂരം b എന്നതാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ 0b. ഇവിടെ 0 - b. അപ്പോ ഇതാണ് മൈനർ ആക്സിസ് 2b. ഇനി നമുക്ക് അറിയുന്നതാണ് ലാറ്റസ് റെക്ടം. ലാറ്റസ് റെക്ടം ഈക്വൽ ടു 2b²/a. ലാറ്റസ് റെക്ടം എങ്ങനെയാ, എലിപ്സിന്റെ 2b²/a. then എക്സെൻട്രിസിറ്റി, പുതിയൊരു സാധനമാണ് എക്സെൻട്രിസിറ്റി equal to C/a. ഇതിനെ നമ്മൾ ഈ എഴുതി നോക്കിയിരുന്നു. ലാറ്റസ് റെക്ടത്തിനെ LR എന്ന് പറയുന്നത് 2b²/a. then എക്സെൻട്രിസിറ്റി എന്താണ്? എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ നോക്കാം. The eccentricity of an ellipse is the ratio of the distances from the center. Ratio of the distances from the center of the ellipse to one of the foci and to one of the vertices of the ellipse. അതായത് ഒരു വെർട്ടിസസിന്റെ ഒരു വെർട്ടിസസും ഒരു ഫോസിയും തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ റേഷ്യോനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ എക്സെൻട്രിസിറ്റി എങ്ങനെ കാണുന്നത്, C/a. അപ്പൊ നമുക്ക് ഇവിടെ a ഉണ്ട്, ഇവിടെ b ഉണ്ട്. ഇവിടെ c എവിടുന്ന അല്ലെ, എയും ബിയും നമുക്ക് അറിയും. അപ്പോ ഈ ഒരു എലിപ്സിനെ സംബന്ധിച്ച് എയും ബിയും സിയും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ആ ഒരു റിലേഷൻഷിപ്പ് ആണ് a² = b² + c².
ellipse the relationship between AB and C is equal to A square equal to B square minus C square. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് A എങ്ങനെ കാണാം? root of B square plus C square. B എങ്ങനെ കാണാം? root of A square minus C square. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ മേജർ ആക്സിസ് x ആക്സിസിലാണ് വരുന്നത്. എന്നാൽ മേജർ ആക്സിസ് y ആക്സിസിലായിട്ട് വരുന്ന എലിപ്സ് ആണല്ലോ. കണ്ടോ? ഇതാണ് മേജർ ആക്സിസ് y ആക്സിസിലായിട്ട് വരുന്നത്. അപ്പോൾ ഇതിന്റെ ഫോഴ്സ് എവിടെയൊക്കെയാണ് വരിക? ഇതാണ് ഒരു ഫോഴ്സ്, ഇതാണ് ഇവിടെ രണ്ടാമത്തെ ഫോഴ്സ് അല്ലേ? അപ്പോൾ അതിന്റെ ഫോഴ്സ് ഈക്വൽ ടു 0 പ്ലസ് ഓർ മൈനസ് c. ഞാൻ പറഞ്ഞു y ആക്സിസിലാകുമ്പോൾ ഫസ്റ്റ് വൺ 0. then അതിന്റെ വെർട്ടെക്സ് എന്താ വരുന്നത്? വെർട്ടെക്സ് ഈക്വൽ ടു 0 പ്ലസ് ഓർ മൈനസ് a. 0 x y ആക്സിസിലാണെങ്കിൽ അപ്പോൾ ഇവിടുത്തെ മേജർ ആക്സിസ് ആണ് ഇത് വരുന്നത്. മേജർ ആക്സിസ് അതിൽ തന്നെ വരുന്നത് 2a. then മൈനർ ആക്സിസ് ആണ് ഇത് വരുന്നത്. അതെന്താ വരുന്നത്? മൈനർ ആക്സിസ് 2b. കണ്ടോ? ആ ബാക്കി എല്ലാം സെയിം തന്നെയാണ്. സെന്റർ 0 0 ആണ്. ബാക്കി ലാറ്റസ്റ്റ് റെക്റ്റാങ്കിൾ 2b സ്ക്വയർ ബൈ a ആണ്. ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് ലെങ്ത് ഓഫ് മേജർ ആക്സിസ് പറഞ്ഞു അല്ലേ? then ഈ എലിപ്സിന്റെ ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് ദ എലിപ്സ് എന്തായിരിക്കും? സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് ദ എലിപ്സ് x axis x square by a square plus y square by b square equal to 1. ഇവിടെ a square മേജർ ആക്സിസ് ആയിട്ട് വരുന്നതാണ്, x ആക്സിസിൽ വരുന്നതാണ്. x ന്റെ ഡിനോമിനേറ്റർ a ആയിട്ട് വരികയാണെങ്കിൽ ഈ a square ആയിരിക്കും മേജർ ആക്സിസ്. അപ്പോൾ ഇതൊരു ഇക്വേഷൻ ആണ്. ഇതാണ് നമ്മുടെ ഈ എലിപ്സിന്റെ ഇക്വേഷൻ x square by a square plus y square by b square equal to 1. എന്നാൽ ഈ എലിപ്സിന്റെ ഇക്വേഷൻ എന്താണ് വരുന്നത്? x square by b square plus y square by a square equal to 1. അപ്പോൾ ഇവിടെ നമുക്ക് y-ക്കാണ് ഡിനോമിനേറ്റർ a ആയിട്ട് വരുന്നത്, അഥവാ y ആക്സിസിലാണ് മേജർ ആയിട്ട് വരുന്നത്. ഇവിടെ x ആക്സിസിലാണ് മൈനർ. ഇവിടെ എന്താ? x ആക്സിസിലാണ് മേജർ ആൻഡ് y ആക്സിസിലാണ് മൈനർ. അപ്പോൾ ഇത് രണ്ടുമാണ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് ദ എലിപ്സ്. അപ്പോൾ എന്താ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ? x square by a square plus y square by b square equal to 1. അത് എങ്ങനെയാകുമ്പോൾ x ആക്സിസ് മേജർ ആക്സിസ് ആയിട്ട് വരുമ്പോൾ. എന്നാൽ y ആക്സിസ് മേജർ ആക്സിസ് ആയിട്ട് വരുമ്പോഴോ x square by b square plus y square by a square equal to 1 എന്നതാണ് y ആക്സിസ് മേജർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് a യും b യും അറിയാമെങ്കിൽ c നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പ് ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്താം. ഓക്കെ, റെഡി ആണല്ലോ? അപ്പോൾ ഒരു ഇക്വേഷൻ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം കണ്ടെത്താം. അതല്ലെങ്കിൽ ഫുസിയും വെർട്ടെക്സും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ കണ്ടെത്താം. എന്തായാലും നോക്കിയിട്ട് പ്രോബ്ലം. അപ്പോൾ നോക്കാം നമുക്ക് പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, find the coordinates of the foci, the vertices, length of major axis, length of minor axis, eccentricity, latus recta and latus recta of the ellipse. X square by 9 plus y square by 4 equal to 1 or 4x square plus 9y square equal to 36. ഇതാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമുക്ക് അറിയാം ഇതിന്റെ ഡിനോമിനേറ്റർ x സ്ക്വയറിന്റെ ഡിനോമിനേറ്റർ ആണോ y സ്ക്വയറിന്റെ ഡിനോമിനേറ്റർ ആണോ വലുത് മേജർ ആയിട്ട് വരുന്നത്? കാണുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, x സ്ക്വയറിന്റെ ഡിനോമിനേറ്റർ അഥവാ x ആക്സിസിലാണ് മേജർ വരുന്നത്. അപ്പം അതിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്താ വരുന്നത്? x സ്ക്വയർ നമുക്ക് നോക്കാം. കമ്പയറിംഗ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ, കമ്പയറിംഗ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ, then we get സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്താണ്? x square by a square plus y square by b square equal to 1. കണ്ടോ? x square by a square ഏറ്റവും വലുത് a ആണ് ആണല്ലോ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും എന്ത് കിട്ടും? then a square equal to 9, then a equal to plus or minus 3 and b square equal to
തന്നെ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? സി എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ സി ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, that is 9 minus 4 equal to root 5. എയും ബിയും സിയും നമുക്ക് എന്താണെന്ന് കിട്ടി ആണല്ലോ. ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്താണെന്നുള്ളത് ആദ്യം ചോദിച്ചത് എന്താ? ഫോസി എന്താ? എക്സ് ആക്സിസിലാണ് മേജർ വരുന്നത്. അപ്പം സി പ്ലസ് ഓർ മൈനസ് സി 0 പ്ലസ് ഓർ മൈനസ് സി 0 ഈക്വൽ ടു സി എത്രയാണ് കിട്ടിയത്? റൂട്ട് 50. ആൻഡ് വെർട്ടെക്സ് എന്താ? പ്ലസ് ഓർ മൈനസ് എ 0, that is പ്ലസ് ഓർ മൈനസ് എ 30. നെക്സ്റ്റ് എന്താ ചോദിച്ചിരിക്കുന്നത്? ലെങ്ത് ഓഫ് മേജർ ആക്സിസ് 2a, then 2 into 3 equal to 6. Then length of minor axis कितना बनेगा? minor axis 2b, then 2 into 2 equal to 4. Next what are we? Eccentricity E equal to C by A. C क्या? C बनेगा root 5 by A 3. And lattice rectum 2b square by A, that is 2 into b square 4 by 3, that is 8 by 3. അല്ലോ അപ്പോൾ നമുക്ക് തന്ന ഇക്വേഷനിൽ നിന്നും എയും ബിയും നമ്മൾ എടുത്തെഴുതി, അതിൽ നിന്ന് നമ്മൾ സിയുടെ വാല്യൂ എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞാൽ ബാക്കിയല്ല. അപ്പോൾ ഈ ഒറ്റ കാര്യം ശ്രദ്ധിക്കുമ്പോൾ ഏത് ആക്സിസിലാണ് മേജർ വരുന്നത്? എക്സ് ആക്സിസിലാണെങ്കിൽ എക്സിന്റെ ഡിനോമിനേറ്റർ ആയിരിക്കും മേജർ ആയിട്ട് വരിക, വൈ ആക്സിസിലാണെങ്കിൽ വൈയുടെ ഡിനോമിനേറ്റർ ആയിട്ടും മേജർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഫോക്കസ് വൈ ആക്സിസിലാണെങ്കിൽ അതിന്റെ ഫോക്കസ് 0 പ്ലസ് ഓർ മൈനസ് എ, വെർട്ടെക്സ് 0 പ്ലസ് ഓർ മൈനസ് എ. ഓക്കെ, ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഇങ്ങനെയും വരാം. ഇത് എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ഇവിടെ 4x4 ഈ ഒരു ഇക്വേഷൻ തന്നെയാണ് ഇത്. പെട്ടെന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല. അപ്പൊ അത് നോക്കാം. ഇതിനെ നമുക്ക് നമ്മുടെ ഇക്വേഷൻ എന്താ? x2 by a2 plus y2 by b2 equal to 1 എന്നാണ്. അപ്പൊ ഇതിനെ ഇവിടെ നമുക്ക് 36 ആണ്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നമുക്ക് 36 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. by 36 plus 9y2 by 36 equal to 36 by 36. അപ്പൊ ഇവിടെ എങ്ങനെ എഴുതാം? x2 by 9 y2 by 4 equal to 1. അതും ഇതും എന്താ? സെയിം ആയിട്ട് കിട്ടുന്നു. അപ്പോ ഒരു ഇക്വേഷൻ നമ്മൾ എഴുതാൻ അതിൽ നിന്നും എയും ബിയും സിയും കണ്ടെത്തി ബാക്കിയുള്ള വാല്യൂസ് കൊടുക്കാം. നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. Find the equation of the AX whose find the equation of the AX whose bases are plus or minus 13 0 and 4c plus or minus 5 0. Question നോക്കൂ. വേരിയസസ് തന്നിട്ടുണ്ട്, ഫോസി തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ് ഇക്വേഷൻ എന്താണ്? ഏതെങ്കിലും രണ്ടെണ്ണം തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഇക്വേഷൻ കണ്ടെത്താം. ഇപ്പം ഇതിലെ ഏതാണ് ഫസ്റ്റ് വരുന്നത് നോക്കൂ. 13 0. അപ്പൊ നമുക്കറിയാം ഏതിലായിരിക്കും? എക്സ് ആക്സിസിൽ അല്ലേ? അപ്പൊ തന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. given that ഏതൊക്കെ കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്? given that vertices plus or minus 13 0 അത് എന്ത് രീതിയിൽ കിട്ടിയ plus or minus a 0 ശരിയല്ലേ? 13 0 vertices നമുക്കറിയാം a 0 ആണ്, which implies a equal to 30. And foci വന്നിട്ടുണ്ട്. അതെന്താ?
0 equal to plus or minus C0, which implies C equal to 5. അപ്പോൾ A കിട്ടിയിട്ടുണ്ട്, C കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം B കണ്ടുപിടിക്കാം. That is B equal to root of A square minus C square. That is A square എത്രയാ? 30 square 169 and 25 equal to 144. root 144 എന്ന plus or minus 12. അപ്പോൾ A യുടെയും B യുടെയും C യുടെയും വാല്യൂ നമുക്ക് കിട്ടി. Therefore the equation of the banana is equation of the is x square by a square plus y square by b square equal to 1. That is x square by a square 169 plus y square by 144 equal to 1. Okay, ഈ രീതിയിലാണ് നമ്മുടെ ഇക്വേഷൻ എന്താണ് എന്ന് കണ്ടുപിടിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ മേജർ ആക്സിസ് കാണാം. മേജർ ആക്സിസ് എത്രയാ? 2a. 2a എന്ന് പറയുമ്പോൾ 2 * 30 16. 2 * 30 26 വരും. മൈനർ ആക്സിസ് 2 * 12 24. പിന്നെ ലാസ്റ്റ് സെക്ടർ 2b square by a. 2 * b square എത്രയാ? 144 by a 30. എക്സെൻട്രിസിറ്റി c by a 5 by എത്രയാ? 30. അപ്പോൾ ഒരു ഇക്വേഷൻ ആണ് ബാക്കി എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ ഇക്വേഷൻ കണ്ടുപിടിക്കാനുമാണ് ഇതിൽ ചോദിക്കുന്നത്. അപ്പോൾ എലിപ്സ് എങ്ങനെയാണ്? ഏതൊക്കെയാണ് എലിപ്സിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ്? x square by a square plus y square by b square equal to 1 or x square by b square plus y square by a square equal to 1. അപ്പോൾ x ആക്സിസിൽ മേജർ വരുമ്പോൾ